ഈ കിച്ചൻ്റെ കാര്യം പറഞ്ഞാൽ എൽ ഷേപ്പിലാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തത്. അലൂമിനിയത്തിലാണ് കിച്ചൺ ചെയ്തത്. ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ട്, അതേപോലെ ഈ വിൻഡോ കൊടുത്തത് ഹൈറ്റ് കുറച്ചിട്ടാണ് ചെയ്തത്. അതിനാൽ ഈ വിൻഡോൻ്റെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് എൽ ഷേപ്പിൽ സ്റ്റോറേജുകൾ കൊടുക്കാൻ പറ്റി. ഇവിടെ സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തത്. കിച്ചണിൽ എപ്പോഴും നമ്മൾ ഇതേപോലെ സ്ലൈഡിങ് വിൻഡോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിച്ചൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ അലൂമിനിയത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ മെത്തേഡ്. ഇതിൽ അതേപോലെ ഒരു മോഡുലർ സ്റ്റൈൽ നമുക്ക് കാണാനും ഒക്കെ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഈ വീട്ടിലെ സ്റ്റോർ റൂം കൊടുത്തത്. ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പറ്റിയ രീതിയിൽ ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട്, ഇവിടെ വലിയൊരു ഓപ്പണിങ് കൊടുത്തതിനാൽ കിച്ചണും വർക്ക് ഏരിയയും എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തത്. ഈ ഒരു വാൾ ഇവിടെ കൊടുത്തതിനാൽ ഈ ആലുവ അടുപ്പ് പെട്ടെന്ന് നമ്മുടെ മെയിൻ കിച്ചണിൽ കാണാത്ത രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇവിടെ ഒരു ഗ്യാസ് അടുപ്പും ചെയ്തിട്ട്, ഇത് രണ്ടും അടുത്തടുത്തായതിനാൽ വർക്ക് ചെയ്യാനൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ സിങ്ക് കൊടുത്തിട്ട്, അതേപോലെ മുകൾ ഭാഗത്ത് ഫുൾ ലെങ്ത്ത് ഗ്രില്ലാണ് കൊടുത്തത്. ഗ്രില്ലിൽ തന്നെ കുറേ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് കൊടുത്തിട്ട്, ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ പറ്റുക. ഇവിടെ അത്യാവശ്യം സ്പേസുള്ളൊരു മുറ്റവും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട്. ടോട്ടൽ ഈ വീട് 10 സെൻറ്റിലാണ്. 2500 സ്ക്വയർ ഫീറ്റാണ്.